ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജേശ്വരി ആസിഫിനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ആസിഫിനോട് 5,000 രൂപയുടെ കണക്ക് ചോദിക്കുകയാണ്. അപ്പോൾ അത് മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണെന്ന് പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട്, മാർക്കറ്റിൽ പോകാൻ വാങ്ങിയതിൻ്റെ കണക്കൊക്കെ വേറെ ഉണ്ട്. അയ്യോ ഇത് എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയുകയാണേ. അപ്പോൾ രാജേശ്വരി പറയാണ്, ആസിഫിന് ഓർമ്മ വരുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്നില്ല. എന്നാലേ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഓർത്തോ, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഒന്ന് പറയണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് 5,000 രൂപ കട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് രാജേശ്വരി അവിടെ നിന്ന് പോവുകയാണേ. അന്നേരം ആസിഫിന് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ ആസിഫിന് കാവേരി എടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട്, അതെ അത് ഞാൻ 5,000 രൂപ വാങ്ങിച്ചതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാവേരി പറഞ്ഞിട്ട്, അതെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യും, വേഗം 5,000 രൂപ തിരിച്ചു വെച്ചോളാൻ പറയുന്നുണ്ട്. ഇതേ സമയം നിവിനാണെന്നുണ്ടെങ്കിൽ ആസിഫിനെ കളിയാക്കാൻ കേട്ടോ, ഈ സീൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടല്ലേ നീ എന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിടാ, നിൻ്റെ പ്രണയം ഞാൻ അമ്മനോട് പറയൂ കേട്ടോ എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം നീ പറയണ്ട, അത് ഞാൻ സമയമാകുമ്പോൾ നിന്നോട് പറഞ്ഞോളാം. ഇപ്പം എനിക്ക് അങ്ങോട്ട് മാത്രമല്ലേ പ്രണയമുള്ളൂ, അവൾക്ക് ഇങ്ങോട്ട് തോന്നട്ടെ എന്നിട്ട് പറയാമെന്ന് പറയുകയാണേ. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വിനീത് വരുമ്പോൾ വിനീതിനെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. റൂമൊക്കെ നീള ഗംഗയുണ്ട്, പിന്നെ അവിടേക്ക് ശാരദയും കൂടെ വരികയാണ്. അന്നേരം ശാരദയ്ക്ക് മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ വിനീത്. അപ്പോൾ ഇതെന്താ അമ്മേ, അത് മരുന്നടി, തലവേദന മരുന്ന്, തലവേദന ഉണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി മുഴുവൻ തലവേദനയായിരുന്നു. അപ്പോൾ വിനീത് രാവിലെ വിളിച്ചപ്പോൾ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മരുന്നിൻ്റെ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറയുന്നത്. അമ്മ എന്താ പറയാഞ്ഞിട്ട് തലവേദനയാണെന്ന്, അതിപ്പോൾ എന്താ അതിനൊന്നും സാരമില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആ മരുന്നും കൊണ്ട് പോവുകയാണ്. അതിന് ശേഷം എംബ്രോയ്ഡറി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വിനീത് ഗംഗയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി മേടിച്ച് നോക്കുന്നുണ്ട്. ഇതിന് എത്ര കാശായെന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാൻ ആധാരം പണയം വെച്ചിരിക്കുക, എത്രയെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ. അതിനുശേഷം ഹോം സ്റ്റേക്ക് പേരിട്ടോ എന്ന് ചോദിക്കുമ്പോൾ അരവിന്ദൻ ഡോട്ടേഴ്സ് എന്ന് പറയാം. ആ പേര് ഇത്തിരി നീണ്ടു പോയില്ലേ, അത് വേണോ എന്ന് ചോദിക്കാൻ കേട്ടോ വിനീത്. പിന്നെ ഏത് പേരിടാന്ന് നീള ചോദിക്കുമ്പോൾ ഗംഗ കോട്ടേജിൽ നിന്ന് ഇട്ടാലോ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് ഗംഗനെ നോക്കുമ്പോൾ ഗംഗയ്ക്ക് ചെറുതായിട്ടൊരു നാണമൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ ഗംഗ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ടെന്ന് നീളനോട് പറയുമ്പോൾ നീള പറയും, എനിക്കും ഇഷ്ടപ്പെട്ടില്ല, എന്താ എൻ്റെ പേരിട്ടൂടെ, നീള കോട്ടേജ്, ഷോർട്ട് ആൻഡ് സോഫ്റ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതിന് ശേഷം പിന്നെ വിനീത് പോയി രാത്രിയാകുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഇരുന്ന് കണ്ടിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, എന്ത് പേരിടുന്നു. അപ്പോൾ എല്ലാവരുടെ പേരിടാം, ഓരോരോ കോട്ടേജിനും ഓരോരുത്തരുടെ പേരിടാമല്ലോ, നമ്മൾ ഇങ്ങനെ റൂമൊക്കെ പണിതിടാൻ പോവല്ലേ. അപ്പോൾ യമുന പറഞ്ഞിട്ട് നമുക്ക് നന്ദിയുടെ പേരല്ല അച്ഛനിട്ടിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടൊരു പേരിട്ടാലോ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ അങ്ങനെ പേരുകളൊക്കെ ചോദിക്കുമ്പോൾ ലാസ്റ്റ് ഗംഗയുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഒരു പേര് ഉദിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ 4 പേരും കൂടെ ചേർന്നിട്ടുള്ളൊരു പേരിടാം, മഹാനദി ഹോം സ്റ്റേ എന്നിട്ടാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് ശരിയാണ്, അത് അടിപൊളിയാണ്, ആ പേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് കേട്ടോ, ഈ പേരിട്ടാൽ മതി, ഇനി ഇതിൽ മാറ്റമൊന്നുമില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പറയുകയും ചെയ്യാം, ഈസി ആയിട്ട് പറയാം, അങ്ങനത്തെ പേരാണല്ലോ മഹാനദി ഹോം സ്റ്റേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആ ഒരു പേര് തീരുമാനിക്കുകയാണേ. ആ പേര് തീരുമാനിച്ച ഉടനെ തന്നെ നമ്മുടെ നീളയാണെന്നുണ്ടെങ്കിൽ വിനീതിനെ വിളിക്കുകയാണ് കേട്ടോ. വിനീതിനെ വിളിച്ചു കഴിഞ്ഞിട്ട് മഹാനദി ഹോം സ്റ്റേ എന്നാണ് പേരെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ. അതിനുശേഷം കാവേരി ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ എന്നാലും ആ തോട്ടത്തിൻ്റെ കാര്യം വിട്ട് കളഞ്ഞല്ലേ ചേച്ചി എന്ന് ചോദിക്കുകയാണ് ഗംഗനോട്. അപ്പോൾ യമുന ചോദിക്കുന്നു, തോട്ടത്തിൻ്റെ കാര്യം, ഏത് തോട്ടം, അത് അന്ന് നമ്മൾ അച്ഛൻ കൊണ്ട് കാണിച്ചു തന്നില്ലേ 5 ഏക്കർ തോട്ടം, അത് വാങ്ങിയെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. പക്ഷേ അരവിന്ദനങ്ങൾ പറയേണ്ടത് അതിൻ്റെ കാശൊന്നും കൊടുത്തിട്ടില്ലാന്ന്, എൻ്റെ കണക്കൂട്ടലുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ആ തോട്ടം അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ തോട്ടത്തിൻ്റെ മുതലാളി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്നുള്ളത് കാര്യം കാവേരി പറയുകയാണേ. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ വിനീത് വന്നിരിക്കുകയാണ്, ഫ്ലെക്സൊക്കെ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ യമുന അവിടേക്ക് ഓടി വരികയാണ്, എന്താ വിനീതേട്ടാ കയ്യിലെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നിളനെ വിളിക്കാൻ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഗംഗയും വരികയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ പരസ്പരം ഒന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ഇവർക്കിടയിലൊരു ഇഷ്ടം ഉണ്ടാവുന്നുണ്ടെന്നുള്ളത്. അപ്പോഴേക്കും നിള വരികയാണ്, എന്നെ എന്താ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് വരികയാണേ. വിനീതേട്ടനാണ് വിളിച്ചത്, വിനീതേട്ടൻ നിനക്ക് തരാൻ വേണ്ടിയിട്ട് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, എന്താ കാര്യം ചോദിക്കാൻ കേട്ടോ. അതെ പേര് ഫ്ലെക്സ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിനീത് പറയാണ് കേട്ടോ. അങ്ങനത്തെ അത് കാണിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ എപ്പോൾ ചെയ്തു വിനീത് കേട്ടോ, അതൊക്കെ ചെയ്തു. അപ്പോൾ മഹാനദി ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ആ വീടിൻ്റെ ഒരു ചിത്രവും കൂടി അതിലുണ്ട്. അപ്പോൾ ഇത് എവിടെ വെക്കുക എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ ആവാണ് എല്ലാവർക്കും. അപ്പോൾ യമുനയും നിളയും കൂടിയിട്ട് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണേ. ആ സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോൾ ഗംഗ പതുക്കനെ വേണ്ടാന്ന് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ കണ്ണുകൊണ്ട്. അപ്പോൾ വിനീത് പറയും ആ സ്ഥലത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗംഗ വേറെ സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണേ. അന്നേരം വിനീത് അതെ അവിടെ മതി എന്ന് പറയട്ടോ. അപ്പോൾ യമുനയും നീളയും പറയും വേണ്ട അപ്പുറത്ത് മതി, അപ്പുറത്ത് നല്ലതാണ്, പക്ഷേ എന്നാലും ഇതാണ് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞിട്ട്
ഗംഗ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് തന്നെ ആ ഒരു ഫ്ലെക്സൊക്കെ വെക്കുകയാണ്. അപ്പോഴേക്ക് ശാരദ അവിടെ വരികയാണ് കേട്ടോ. വിനീത് എന്താ ഇത് എന്ന് ചോദിക്കണം. ഇത് അമ്മായി എന്ന് പറഞ്ഞിട്ട് നീ ഒരു കൂടി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതല്ലേ അമ്മായി എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ ഉണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. ഉണ്ട്, ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് ഹോം സ്റ്റേ ഉണ്ട്. പക്ഷേ 6 പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ ഹോം സ്റ്റേ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിനെന്താ അമ്മായി, ഞാനില്ലേ, എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഈ വീടിന് കാവലായിട്ട് ഞാനുണ്ട്, പിന്നെന്താ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ഗംഗ ഇങ്ങനെ വിനീതിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ച് സമയം അങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നീട് ആസിഫ് കാവേരിയുടെ അടുത്ത് വന്നിട്ട് 3000 രൂപ ചോദിക്കുകയാണ് മാർക്കറ്റിൽ പോകാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം എഴുതി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ മറ്റേ 5000 രൂപ തന്നിട്ടില്ല കേട്ടോ, 5000 ഈ 3000 കൂടി ആകുമ്പോൾ പിന്നെ ഇനി 8000 രൂപയാവേ എന്ന് പറയാണ് കേട്ടോ. പിന്നെ ഈ 8000 രൂപയായിട്ടുണ്ട്, പിന്നെ ഈ മാസത്തെ ശമ്പളം ഇല്ല കേട്ടോ, അത് കട്ടാണേ എന്ന് പറയട്ടോ. ഓ ശരി ശരി എന്ന് പറഞ്ഞിട്ട് ആസിഫ് അങ്ങനെ അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞ ശേഷം ഒരു ഫാമിലി വരികയാണ് കേട്ടോ അവിടേക്ക്. ഫാമിലി വന്നതിന് ശേഷം കാവേരിനോട് അവിടുത്തെ റേറ്റൊക്കെ ചോദിക്കുകയാണ്. റേറ്റ് പറയുമ്പോൾ അവർക്ക് ആ റേറ്റ് കൂടുതലായിട്ട് തോന്നാണ് കേട്ടോ. അപ്പോൾ ഈ റേറ്റോ, ഇത്ര റേറ്റ് ഉണ്ടോ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടെന്ന് ചോദിക്കുകയാണേ. അന്നേരം കാവേരി പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെയാണ് 12,000 പ്ലസ് ടാക്സ്, ഒരു ദിവസത്തേക്ക് അത്രയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ആ കൂടെ വന്നിരിക്കുന്ന ഒരു പെണ്ണ് പറയുന്നുണ്ട്, ഇത് നമുക്ക് താങ്ങൂല, അത്രയും പൈസ ഒന്നും നമുക്ക് കൊടുത്ത് താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അന്നേരം അയാൾ പറയാണ്, ശരി എന്നാൽ ഞങ്ങൾക്കിവിടെ വേണ്ട, ഞങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയി അന്വേഷിക്കട്ടെ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോം സ്റ്റേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണേ. പെട്ടെന്ന് കാവേരിയുടെ മനസ്സിലൊരു ഐഡിയ വരികയാണ് കേട്ടോ, തൻ്റെ വീട്ടിലെ ഹോം സ്റ്റേയുടെ കാര്യം ഇവരോട് പറഞ്ഞാലോ എന്നുള്ളത്. അപ്പോൾ കാവേരി പറയും, ഉണ്ട് സാർ, ഒരു ഹോം സ്റ്റേ ഉണ്ട്. പിന്നെ അവർ തമിഴാണ്, അപ്പോൾ കാവേരിക്ക് തമിഴ് അറിയാലോ, അന്നേരം തമിഴിൽ തന്നെയാണ് സംസാരിക്കുന്നതും. അപ്പോൾ ഇന്നൊരു സ്ഥലത്ത് ഹോം സ്റ്റേ ഉണ്ടെന്ന് പറയട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട്. ആ ഒരു സ്കൂളിൻ്റെ അടുത്താണെന്നൊക്കെ പറയും. അവിടെ ചെന്ന് നിന്നാൽ മതി, മഹാനദി ഹോം സ്റ്റേ എന്നാണ് പേര്, അവിടെ നിന്ന് നിങ്ങളെ റിസീവ് ചെയ്യാൻ ആൾ വരും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവർക്കത് വലിയൊരു ഉപകാരമായിട്ട് തോന്നാണ് കേട്ടോ. അപ്പോൾ അവർ താങ്ക്സ് ഒക്കെ പറയാൻ കേട്ടോ. എന്തായാലും ഹോം സ്റ്റേയിൽ പോയി താമസിക്കാം എന്നുള്ള രീതിയിൽ അവർ തിരിച്ച് മടങ്ങുകയാണ്. അപ്പോൾ കാവേരിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ് ഈ ഒരു കാര്യം അറിയുമ്പോൾ തന്നെ. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് പ്രമോണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. പ്രമോയിൽ കാണിക്കുന്നത് വിനീതിൻ്റെ ഫോണിലേക്ക് ഗംഗ വിളിക്കുകയാണ്, എന്നിട്ട് ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ട് അവിടെ വരികയാണ്. വന്നിട്ട് ഇങ്ങനെ ഹോം സ്റ്റേയിലേക്ക് ആൾ വരും, അവരെ റിസീവ് ചെയ്യാനായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല, വിനീതേട്ടനും കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയുമേ കയറാണ് കേട്ടോ. വണ്ടിയുമേ കയറി കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോവുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ വിനീതിന് ഗംഗ അങ്ങനെയൊക്കെ പറയുമ്പോൾ. അങ്ങനെ രണ്ടുപേരും കൂടി പോയിട്ട് അവരെ റിസീവ് ചെയ്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ആരതിയൊക്കെ ഒഴിഞ്ഞിട്ടാണ് കേട്ടോ ഗംഗ അവരെ വീട്ടിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ശാരദയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത മട്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അരവിന്ദൻ്റെ അടുത്ത് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വിനീത് ഒരു മുല്ലപ്പൂ കൊണ്ടുവന്ന് കയ്യിൽ ഇങ്ങനെ കാണാണ്ടിടാണ് കേട്ടോ. അതേ അമ്മാവ സമ്മതിച്ച അമ്മായി എന്നൊക്കെ പറയുന്നതും പ്രമോല് കാണിക്കുന്നുണ്ട് കേട്ടോ.